പ്രഭാഷകന്റെ പുസ്തകം 51 അധ്യായം 18 വചനം. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു. പ്രഭാഷകൻ 51:18. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു, നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലേക്ക് കൈകളുയർത്തി അവളെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു. ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവ് നൽകി. അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി അവളെ നേടുക. അവളുടെ നുകത്തിന് കഴുത്ത് ചായ്ച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കുക, അത് സമീപത്ത് തന്നെയുണ്ട്. ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ, എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവിൻ. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിനു മുൻപ് ജോലി പൂർത്തിയാക്കുവിൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു, നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. നിങ്ങളിവിടെ ഇരിക്കുന്നതിൽ ഏറിയ പങ്കും സ്ത്രീകൾ ഡോട്ടേഴ്സ് ഓഫ് മേരി എന്ന സമൂഹത്തിൽ പരിശീലിപ്പിക്കപ്പെട്ടിരുന്ന പലരും ഇവിടെയുണ്ട്. പുരുഷന്മാർ മേരീസ്, പരിശുദ്ധ മറിയത്തിൻ്റെ മക്കൾ എന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനകളോ പരിശീലനങ്ങളോ ലഭിച്ചിട്ടില്ല. എന്നിരിക്കെ തന്നെ നമ്മളെല്ലാവരും വളരെ പ്രത്യേകമായി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥയും രാജ്ഞിയും നമ്മുടെ അമ്മയുമായ കന്യകാമറിയത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചിട്ടുള്ള ആളുകളാണ്. ഇനി നിങ്ങളുടെ സമർപ്പണം എപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിഞ്ഞുകൂടൂ. ഒരു ഡോട്ടേഴ്സ് ഓഫ് മേരി, പരിശുദ്ധ മറിയത്തിൻ്റെ പുത്രിമാർ എന്ന കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുക. പരിശുദ്ധ മറിയത്തിൻ്റെ മക്കൾ, ഞാൻ പൊതുവായിട്ട് മേരീസ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഡോട്ടേഴ്സ് ഓഫ് മേരി എന്നതിനെ പൊതുവായി പരിശുദ്ധ മറിയത്തിൻ്റെ മക്കൾ എന്ന് പറയുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെതായിരിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവവിളിയാണ്. നിങ്ങളെല്ലാവരും തന്നെ കുടുംബജീവിതം ജീവിക്കുന്നവരും നാളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. നമ്മൾ ഒരേ സമയത്ത് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതേ സമയത്ത് തന്നെ ആ ജീവിതത്തിൽ ലോകത്തിൻ്റെ അവസ്ഥകളിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ പ്രകീർത്തിക്കുവാൻ, ദൈവത്തിൻ്റെതായിരിക്കുവാൻ ദൈവം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിളിയാണ് പരിശുദ്ധ മറിയത്തിൻ്റെതായിരിക്കുക. അതിൽ തന്നെ ഒരു ദൈവവിളിയാണ്. നമ്മളായിരിക്കുന്ന ലോക സാഹചര്യത്തിൽ വിശുദ്ധമായി മാതൃകയോടെ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വഭാവ സവിശേഷതകളോടെ നിൻ്റെ കുടുംബത്തിലായിരുന്നു കൊണ്ട് ഒരേ സമയത്ത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വേണ്ട വിധം നിറവേറ്റുക. നിൻ്റെ കുടുംബത്തിന് നീ ഒരു മാതൃകയായിരിക്കുക. അതേസമയം അനേക കുടുംബങ്ങളെ നേടുവാൻ, അനേക ആത്മാക്കളെ നേടുവാൻ കർത്താവിൻ്റെ ദാസനോട്, സ്പിരിറ്റീസ് അഭിഷേകത്തോട് ചേർന്ന് നിൽക്കുക. അതോടൊപ്പം ദൈവം കാതരമറിയുമെന്ന് എന്നെ ഭരമേൽപ്പിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു ദൗത്യം ഈ ലോകത്തിൽ, വിവാഹം എന്ന വ്യവസ്ഥ, പിതാവായ ദൈവമാണ് വിവാഹം എന്ന കുദാശയുടെ സ്ഥാപകൻ. ഉൽപ്പത്തി 2:18 മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഒരു ഇണയെ ഞാൻ നൽകും. അപ്പോൾ ദൈവം സ്ഥാപിച്ച കുടുംബം എന്ന വ്യവസ്ഥയെ ലോകവ്യാപകമായി പിശാച് അതിൻ്റെ നിലനിൽപ്പിനെ തകർത്ത്, അതിൻ്റെ വിശുദ്ധിയെ തകർത്ത്, അവിടെ സ്ഥാപിക്കപ്പെട്ട സ്നേഹം, ഐക്യം, കരുണ എന്ന ഈ നിയമങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഛിദ്രത്തിൻ്റെയും കലഹത്തിൻ്റെയും നാശത്തിൻ്റെയും സസമാധാനത്തിൻ്റെ കുടുംബം ഒരു ദേവാലയമാണ്.
പിതാവിൻ്റെ ആധിപത്യമുള്ള യേശുക്രിസ്തുവുള്ള പരിശുദ്ധാത്മാവുള്ള ഏറ്റവും അധികം ഒരു മനുഷ്യൻ സന്തോഷിക്കേണ്ടതും സമാധാനമായിട്ടിരിക്കേണ്ടതും നമ്മുടെ കുടുംബത്തിലാണ്. കുടുംബത്തോടുകൂടെ ആയിരിക്കുമ്പോൾ അതൊരു സ്വർഗീയ അനുഭവമാണ്. അങ്ങനെയാണ് ദൈവം കുടുംബം സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് ഹവ്വായെ കണ്ട ആദം വിളിച്ചു പറഞ്ഞു, ഒടുവിലത് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹത്തിൻ്റെ ബാഹ്യമായ ബഹിസ്ഫുരണമായിരുന്ന വാക്കുകൾ. എന്നാൽ ഇന്ന് നല്ലൊരു ശതമാനം മനുഷ്യർക്കും കുടുംബം അസ്വസ്ഥതയുടെയും അസമാധാനത്തിൻ്റെയും വേദനയുടെയും നിരാശയുടെയും തകർച്ചയുടെയും അവസ്ഥകളാണ്. അപ്പോൾ അങ്ങനെയുള്ളൂ പൈശാചിക പീഡ. എത്രയോ രാജ്യങ്ങളിൽ വിവാഹം തന്നെ ഇല്ലാതെ ലിവിങ് ടുഗദർ. ഇന്ന് നമ്മുടെ രാജ്യത്തിലും വിവാഹമില്ല, പക്ഷെ പങ്കാളിയാണ്, ഒരുമിച്ച് ജീവിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്കും അത് എത്തിച്ചേർന്നു. അനേക യുവതിയുവാക്കൾ അപ്രകാരം ജീവിക്കുവാൻ സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. വിവാഹത്തിൻ്റെ പവിത്രത, കുദാശയുടെ അധികാര മുദ്ര, വിവാഹമെന്ന ഉടമ്പടിയിലൂടെയാണ്, വിവാഹമെന്ന കുദാശയിലൂടെയാണ് വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ ദൈവം കൃപാവരം നൽകുന്നത്. അപ്പോൾ വിശുദ്ധിയുടെ ഒരു സംസ്കാരത്തെ, ദൈവം സ്ഥാപിച്ച വിവാഹമെന്ന കുദാശയെ, ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തെയൊക്കെ തകർക്കുവാൻ ശത്രു ഉയർത്തിയ അവൻ്റെ വെല്ലുവിളികൾക്കെതിരായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മക്കൾ എന്ന രീതിയിൽ ഈ കൂട്ടായ്മയിൽ ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള ഡോട്ടേഴ്സ് ഓഫ് മേരി എന്ന പേരിൽ അറിയപ്പെടുന്നതും മേരീസ് ചിൽഡ്രൻ എന്ന് നിങ്ങൾ അംഗങ്ങളായിരിക്കുന്നതും. അതൊരു വലിയ ദൈവവിളിയാണ്. ഒരേ സമയത്ത് നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കുക. അതേ സമയത്ത് ലോകവ്യാപകമായിട്ട് പിശാച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കുടുംബം എന്ന വ്യവസ്ഥിതിയുടെ നിലനിൽപ്പ്, അതിൻ്റെ ഭദ്രത, കുടുംബങ്ങളിലുള്ള സമാധാനം. അപ്പോൾ ഈ ഒരു വലിയ ദൈവവിളിക്ക് നമ്മളെ തന്നെ ഒരുക്കുക, പരിശുദ്ധ മറിയത്തിൻ്റെതായിരിക്കുക. അതായിരുന്നു ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ച വചനങ്ങൾ. ഒരൊറ്റ വചനത്തിൽ എല്ലാ വചനങ്ങളെയും സംശീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു, നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു, ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. അപ്പോൾ നിങ്ങൾ ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഒരു സമയത്ത് നമുക്ക് രണ്ട് വിളിയാണ്. ഒരു സ്പിരിറ്റീസ് ആയിരിക്കുക എന്നതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വിളി എന്താണ്? നമ്മൾ വചനത്തിൻ്റെ സത്യവചനത്തിൻ്റെ കാവൽക്കാരായിരിക്കുക. അതാണ് നമുക്ക് സ്പിരിറ്റീസിൻ്റെ ഏറ്റവും വലിയ വിളി. അതാണ് സത്യവചനത്തിൻ്റെ സംരക്ഷകരും കാവൽക്കാരുമായിരിക്കുക. കാരണം 35 വർഷക്കാലം കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ച വചനം, ദാസന് ദൈവം എങ്ങനെ ഏൽപ്പിച്ചുവോ അതേ രീതിയിൽ ദാസൻ ഇപ്പോഴും അതിനെ സംരക്ഷിച്ച് ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വീകരിച്ച അതേ വചനങ്ങൾ നമുക്ക് ജീവൻ്റെ നിയമമായി മാറിയപ്പോഴാണ്, അത് നമ്മുടെ ജീവനായി മാറിയപ്പോൾ നമ്മൾ സ്പിരിറ്റീസായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന പലരും അവർക്ക് ഇന്നിതിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം പോലും നിങ്ങളുടെ ഭൗതിക വിടുതലാണെങ്കിൽ പോലും ഈ അഭിഷേകത്തിൻ്റെ ഒരു മുദ്ര, അത് നമ്മളെ നമ്മുടെ കൂട്ടായ്മയുടെ വിളി, കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സത്യവചനത്തെ മായം ചേർക്കാതെ ലോകത്തിന് കൊടുക്കുക, സഭയെ വിശുദ്ധീകരിക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ വിളിയാണ് വചനത്തിൻ്റെ സംരക്ഷകരും കാവൽക്കാരുമായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരേ സമയത്ത് മാംസം ധരിക്കപ്പെട്ട വചനമായ യേശുക്രിസ്തുവിൻ്റെ സത്യവചനത്തിൻ്റെ ആ വചനം പ്രാപിച്ചവരും വചനത്തിൽ ജീവിക്കുന്നവരും അതിൽ ജീവിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്നവരും അതേസമയം തന്നെ നമ്മൾ അതിൻ്റെ കാവൽക്കാരുമാണ്. അതേ വിളിയിൽ തന്നെ വചനത്തെ സ്വീകരിക്കുവാൻ പിതാവായ ദൈവം തിരഞ്ഞെടുത്ത ജ്ഞാനമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മക്കളായിരിക്കുക. ദൈവം ഇന്ന് നമ്മളിലൂടെ ലോകത്തിലേക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ ഒരു ഉറവ അത് ആരംഭിച്ചു കഴിഞ്ഞു. ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു ഒഴുക്ക്. അവിടെ ഈ രണ്ട് നിയമങ്ങളിലും ജ്ഞാനമായ പരിശുദ്ധ മറിയത്തിൻ്റെതായിരിക്കുക എന്ന നിയമം, വചനം സൂക്ഷിക്കുവാൻ, വചനത്തിൻ്റെ അവകാശിയാകുവാൻ
ദൈവം യോഗ്യയെന്ന് കണ്ട പരിശുദ്ധ കന്യകാമറിയം. ഹല്ലേലൂയ. ദൈവം തൻ്റെ വചനത്തെ മാംസം ധരിപ്പിക്കുവാൻ കന്യകാമറിയത്തെ യോഗ്യയെന്ന് കണ്ട് തിരഞ്ഞെടുത്ത് വിശ്വസിച്ച് നിയോഗിച്ച് അധികാരപ്പെടുത്തി പരിശുദ്ധ മറിയം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ വിജയിച്ചു. കുറ്റമറ്റവളായി, ഒരിക്കൽ പോലും കുറ്റമില്ലാത്ത ഒരു ദൈവിക ചൈതന്യം, ജ്ഞാനത്തിൻ്റെ ചൈതന്യം പരിശുദ്ധ മറിയത്തെ ദൈവപുത്രന് യേശുവിന് ജന്മം കൊടുക്കാൻ വിശുദ്ധനും പ്രവാചകനുമാക്കി മാറ്റി, ദൈവത്തിൻ്റെ മകനാക്കി മാറ്റി. അപ്പോൾ വചനമായ യേശുക്രിസ്തുവിൻ്റെയും വചനത്തെ സ്വീകരിക്കുവാൻ മാംസം ധരിക്കപ്പെട്ട വചനമായ ദൈവത്തിൻ്റെ പുത്രൻ, ആ വചനത്തെ മാംസം ധരിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ജ്ഞാനമായ പരിശുദ്ധ കന്യകാമറിയം, ഒരേ സമയത്ത് ഒരു സ്പിരിറ്റനീസസിൻ്റെ സന്തതി, മകനും മകളും നമ്മൾ പരിശുദ്ധ മറിയത്തിൻ്റെതും കർത്താവ് യേശുക്രിസ്തുവിൻ്റെതുമായ വചനത്തിൻ്റെ കാവൽക്കാരും വക്താക്കളുമായിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവൻ്റെ പ്രമാണം വചനമായിരിക്കണം. രാവും പകലും മധ്യാഹ്നത്തിലും സയാഹ്നത്തിലും നിങ്ങൾ അല്പസമയം വിശ്രമിക്കാൻ പോകുമ്പോൾ ഇന്ന് നിങ്ങൾ മൊബൈൽ ഫോൺ കയ്യിലെടുക്കും. എടുക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ പോലും ഇന്നലെ ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇനി നിങ്ങൾ അഥവാ മൊബൈൽ ഫോൺ കയ്യിലെടുത്താൽ തന്നെ നിങ്ങളുടെ മൊബൈലിലുള്ള ബൈബിള് വായിക്കണം. ബൈബിളെ വായിക്കാവൂ. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകും. എന്നാൽ ഇനി നിങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ വേറൊരു നിയമം തരാം. നിങ്ങൾ മൊബൈൽ ഫോൺ കയ്യിലെടുക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും കൈവശം ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം. യാത്ര ചെയ്യുമ്പോൾ വായിക്കാൻ ഒരു പോക്കറ്റ് ബൈബിൾ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. എപ്പോൾ സമയം കിട്ടിയാലും വിശുദ്ധ ഗ്രന്ഥം തുറന്ന് അതിൽ നിന്ന് നിങ്ങൾ ആ ഉറവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം, ആ ഉറവയിൽ നിങ്ങൾ കുടിക്കണം. അപ്പോൾ വചനം നിറഞ്ഞിരിക്കുന്ന, വചനം അറിയുന്ന, വചനം ധ്യാനിക്കുന്ന, വചനം ഗ്രഹിച്ച, വചനത്തിൻ്റെ സമ്പത്ത് സ്വന്തമാക്കിയ, വചനത്തെ സംരക്ഷിക്കുന്ന, വചനം നിറഞ്ഞ ഒരു മനുഷ്യൻ, അവൻ വിശുദ്ധനായിരിക്കും, അവൾ വിശുദ്ധയായിരിക്കും. അപ്പോൾ വിശുദ്ധിയുടെ ഈ നിർമ്മല ചൈതന്യം പരിശുദ്ധ കന്യകാമറിയത്തിൽ നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ പരിശുദ്ധി, അത് വചനമാണ്, വചനത്തിൻ്റെ പരിശുദ്ധിയാണ്. ബാറൂക്ക് 4:1 ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധ മറിയത്തിൻ്റെ മേൽ വചനത്തിന് എത്ര അധികാരമുണ്ടായിരുന്നോ, ഇന്ന് നമുക്ക് ദൈവം ഒരു വിളി തരികയാണ്. ഒരേ സമയത്ത് 2 വലിയ അഗ്നിയാണ് നമ്മുടെ മേലുള്ളത്. സ്പിരിറ്റനീസ് അഭിഷേകത്തിൻ്റെ അധികാരം, ജ്ഞാനത്തിൻ്റെ അഗ്നി. ഈ 2 അഗ്നിയുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. നമ്മളിപ്പോൾ വായിച്ച് ധ്യാനിച്ച് വചനഭാഗം ഏതാണത്? ജ്ഞാനത്തിനു വേണ്ടി ഞാൻ അധ്വാനിച്ചു, ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ജ്ഞാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. പ്രഭാഷകൻ 51. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു, നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉത്സാഹിച്ചു, തീക്ഷ്ണമായി ഉത്സാഹിച്ചു, ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു, ഞാൻ നിഷ്ഠയോടെ പെരുമാറി. അപ്പോൾ നമുക്ക് ജീവിതത്തിലൊരു മാതൃക ഉണ്ടാവണം. ആരുടെ മുമ്പിലാണ്? ദൈവത്തിന് മുമ്പിൽ. ഒരു നിങ്ങളൊരു ഉടമ്പടി ചെയ്യുകയാണ്. ഇവിടെ നമ്മളെല്ലാ പ്രാർത്ഥനകളും ദൈവത്തോടുള്ള ഒരു ഉടമ്പടിയാണ്. ദൈവമേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കും, ഞാൻ അങ്ങേക്ക് വിശുദ്ധനായിരിക്കും. ഇന്ന് നമ്മൾ ബോധപൂർവകമായി നമ്മുടെ മുമ്പിൽ നമുക്ക് പ്രവേശിക്കാവുന്ന പരിശുദ്ധ മറിയത്തിൻ്റെതായിരിക്കുക എന്ന വിളിയുടെ ഒരു ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ഇത്രയും വർഷം നമ്മൾ ലോകത്തിൽ ജീവിച്ചു, ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം അധ്വാനിച്ചു. എന്നാൽ നമുക്കിനി അവശേഷിക്കും, എല്ലാവരും തന്നെ ആയുസ്സിൻ്റെ മധ്യപകുതി എത്തിയവരും അത് കഴിഞ്ഞവരുമാണ്. ഇനി എനിക്ക് അവശേഷിക്കുന്ന വർഷം ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവം ഈ ലോകത്തിന് വേണ്ടി നൽകിയ ഏറ്റവും വലിയൊരു അഭിഷേകമാണ് ഈ അഭിഷേകം. സർവീസ് അഭിഷേകത്തെ ലോകത്തിൻ്റെ സീമകളിൽ എത്തിക്കുക നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം അതാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു തീരുമാനം ഉണ്ടാകണം, ഒരു ആത്മസമർപ്പണം. ആ ആത്മസമർപ്പണത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഒരേ ഒരു ഗുണമാണ്, ഒരേ ഒരു പുണ്യം. ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നത്, ദൈവം ഒരു മനുഷ്യനെ സ്വന്തമാക്കുന്നത് അയാളിൽ വിശ്വസ്തത ഉള്ളപ്പോഴാണ്. മനുഷ്യൻ്റെ മുൻപിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ
ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. പ്രഭാതത്തിൽ ഉണരുന്നതിൽ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിൽ, പാപം ചെയ്യാതിരിക്കുന്നതിൽ, വിശുദ്ധമായി ജീവിക്കുന്നതിൽ, വചനം വായിക്കുന്നതിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ, അനുദിന ദിവ്യബലിയിൽ വിശുദ്ധിയോടെ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ, സാബത്ത് വിശുദ്ധമായി ആചരിക്കുന്നതിൽ, സ്പിരിറ്റ് അഭിഷേകത്തോടുള്ള വിശ്വസ്തതയിൽ ഒക്കെ നീ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായി കാണപ്പെടണം. ദൈവത്തിന് മുമ്പിൽ ആര് വിശ്വസ്തനായി കുറ്റമറ്റവനായി കാണപ്പെടുന്നുവോ ദൈവം അവരിലേക്ക് തൻ്റെ ചൈതന്യം പകർന്നുകൊണ്ട് ദൈവം നമ്മളെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു, ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ ജീവിതത്തിന് നിയമങ്ങൾ ഉണ്ടാകട്ടെ. ഒരിക്കൽ ദൈവം നമ്മളെ വിശ്വസിച്ചതാണ്. അന്ന് ദൈവം നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ തന്നു. എന്നാൽ അന്ന് നമുക്ക് കിട്ടിയ അഭിഷേകം ഇന്ന് എവിടെയാണ്? ആദ്യത്തെ ആ തീജ്വാല, ആദ്യത്തെ സമർപ്പണം, ആദ്യ സ്നേഹം, ആദ്യത്തെ വിശുദ്ധി. ഞാൻ പറയും, ഇത് നിനക്ക് ഒരു രണ്ടാം വരവിൻ്റെ സബത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മടങ്ങി വരവിൻ്റെ സബത്താണ്, ഒരു വിശുദ്ധീകരണത്തിൻ്റെ സബത്താണ്. ദൈവവുമായി ഞാൻ ദൈവത്തിൻ്റെതായിരിക്കുമെന്ന് വീണ്ടും ഒരു ഉടമ്പടി ചെയ്യുന്ന ദൈവം നിങ്ങളിലേക്ക് ഒരു വലിയ അഭിഷേകം ദൈവം അയച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു. ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. നമ്മുടെ വിശുദ്ധീകരണം, നിങ്ങളുടെ കണ്ണുകളുടെ വിശുദ്ധീകരണം, നിന്റെ അധരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും വിശുദ്ധീകരണം, നിന്റെ ശരീരത്തെ സംബന്ധിച്ചുള്ള വിശുദ്ധിയുടെ നിയമത്തിൽ വലിയ ജാഗരൂകതയോടെ ശ്രദ്ധാലുക്കളായിരിക്കണം. വ്യക്തിപരമായി വിശുദ്ധീകരണ പ്രാർത്ഥന അനുദിനവും നിങ്ങൾ പ്രാർത്ഥിക്കണം. വാസ്തവത്തിൽ നമ്മൾ ഈ പാപം നിറഞ്ഞ് നമ്മൾ ലോകത്തിലേക്ക് പുറത്തിറങ്ങി ഭവനത്തിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോൾ, തിരിച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങൾ കുളിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇത്ര ദൂരം പുറത്തായിരുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള പൊടിയും അഴുക്കും ഒക്കെ നിങ്ങൾ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകിക്കളയുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളിലെ ആന്തരിക മനുഷ്യൻ. നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് പാപം നിറഞ്ഞ ലോകത്തിലേക്കാണ്, തിന്മയുള്ള ജനങ്ങൾക്കിടയിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. നമ്മുടെ കാഴ്ചകളിലൂടെ, നമ്മുടെ കേൾവിയിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായും അശുദ്ധമാക്കപ്പെടാം. നമ്മളെ മലിനപ്പെടുത്താവുന്ന, നമ്മളിലെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്താവുന്ന, നമ്മളിൽ വസിക്കുന്ന ജീവചൈതന്യമായ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ കെടുത്തിക്കളയാവുന്ന കാഴ്ചകളോ കേൾവികളോ ചില സാഹചര്യങ്ങൾ, ചില ചിന്തകളോ നമ്മളിൽ രൂപപ്പെടുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അനുദിനം വിശുദ്ധീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എങ്കിൽ നിന്നിലുള്ള വിശുദ്ധിക്ക് ഭംഗം വരികയില്ല. നിന്നെ ഒരിക്കലും അത് ലോകത്തിൻ്റെ ഒരു മാലിന്യവും നിന്നെ അശുദ്ധനാക്കുകയില്ല. അപ്പോൾ വിശുദ്ധിയുടെ നമുക്കുണ്ടായിരുന്ന, മുൻകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന വിശുദ്ധിയുടെ ആ സംസ്കാരം നമുക്ക് പുനരാരംഭിക്കാം. ഇനി വിശുദ്ധീകരണം നമുക്ക് സംഭവിക്കുന്നത് വചനത്തിലൂടെയാണ്. നിങ്ങളുടെ ലേഖന ഭാഗങ്ങൾ വായിക്കണം. പൗലോസ്ലീഹ എഴുതിയിട്ടുള്ള എല്ലാ ലേഖനങ്ങളും ആന്തരിക വിശുദ്ധീകരണത്തിൻ്റെതാണ്. പഴയ നിയമകാലത്ത് ദൈവം ഇസ്രായേൽക്കാർ 5 പുസ്തകങ്ങൾ നൽകി. തോറ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പഴയ നിയമ ഗ്രന്ഥികളുടെ വ്യാഖ്യാനമാണ്. അത് ശാരീരിക ചലനങ്ങളെക്കുറിച്ച്, ദൈവം കൊടുത്ത ശാരീരിക ബാഹ്യ നിയമങ്ങളെക്കുറിച്ച്, വിശുദ്ധരായിരിക്കാൻ പഴയ നിയമ ഇസ്രായേലിന് കൊടുത്ത പഴയ നിയമത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത വിശുദ്ധിയുടെ, ആന്തരിക വിശുദ്ധിയുടെ വ്യാഖ്യാനമാണ് പൗലോസ്ലീഹ എഴുതിയിട്ടുള്ള എല്ലാ ലേഖനങ്ങളും. കാരണം യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് മുമ്പ് നീതി നിയമങ്ങളിൽ അഗാധ ജ്ഞാനമുള്ള, അഗാധമായ അറിവ് നേടിയ, വലിയ പാണ്ഡിത്യമുണ്ടായിരുന്ന, വലിയ അറിവുണ്ടായിരുന്ന പഞ്ചഗ്രന്ഥികൾ, ദൈവം കൊടുത്ത നിയമത്തിൻ്റെ ആഴമായ അറിവ് അഗ്രഗണ്യനായിരുന്നു പൗലോസ്. അതേ പൗലോസിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹയാണ് ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹയാണ്. അപ്പോൾ ആ പുസ്തകങ്ങളാണ് ഇന്ന് നമുക്ക് ആന്തരിക വിശുദ്ധീകരണത്തിൻ്റെ
ഒന്നാമത്തെ കൈവഴി. അതോടൊപ്പം തന്നെ പ്രഭാഷകന്റെ പുസ്തകം, സുഭാഷിതങ്ങളുടെ പുസ്തകം, ഇവിടെയൊക്കെ ഓരോ ബന്ധത്തിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വിശുദ്ധി, മാന്യത, സ്വാതന്ത്ര്യം, അന്തസ്സ്, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സ്വഭാവം, നോട്ടം, ചിരി, നടപ്പ്, വസ്ത്രധാരണം, ഇവയെ സംബന്ധിച്ചെല്ലാം ദൈവം എന്താഗ്രഹിക്കുന്നു എന്ന വിശുദ്ധിയുടെ നിയമം പഠിപ്പിക്കുന്ന ഗ്രന്ഥഭാഗങ്ങളാണിത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്, പരിശുദ്ധ മറിയത്തിൻ്റെതായിരിക്കുക, വിശുദ്ധരായിരിക്കുക. അതേസമയം തന്നെ നിങ്ങളൊരു വിശുദ്ധമായൊരു കുടുംബം സ്ഥാപിക്കുക, ഒരു കുടുംബനാഥൻ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം വിശുദ്ധമായൊരു കുടുംബമായിരിക്കണം. എൻ്റെ കുടുംബജീവിതം ആരംഭിച്ച് കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞു. വലിയ ക്ഷമ, വലിയ ശൂന്യവൽക്കരണം ഉണ്ടെങ്കിലാണ് ഇനി പൂർണ്ണമായിട്ട് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെതാക്കാൻ സാധിക്കും. വലിയ പ്രാർത്ഥന നിങ്ങളിൽ ഉയരേണ്ടിയിരിക്കുന്നു. ഓരോ കുടുംബനാഥന്മാരും നിങ്ങളുടെ ഇഷ്ടക്കേടുകൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ മുറിവുകൾ, നിങ്ങളുടെ ഭാരങ്ങൾ, അതും പുറം തള്ളേണ്ട സാഹചര്യമല്ല നമ്മുടെ കുടുംബങ്ങൾ. അപ്പനും അമ്മയും മക്കളും, നമ്മുടെ ഇഷ്ടക്കേടുകൾ, നമ്മുടെ വൈകല്യങ്ങൾ, നമ്മുടെ സ്വഭാവ പോരായ്മകൾ, നമ്മുടെ വ്യക്തിത്വമില്ലായ്മകൾ, നമ്മുടെ അന്തസ്സില്ലായ്മകൾ, നമ്മുടെ അശുദ്ധികൾ, ആസക്തികൾ, വെറുപ്പ്, പക, പ്രതികാരം, ശാപം, ആത്മനിയന്ത്രണമില്ലാത്ത അവസ്ഥകൾ, ഇതൊന്നും കൊണ്ട് തള്ളണ്ട സ്ഥലമല്ല നിങ്ങളുടെ കുടുംബങ്ങൾ. കുടുംബത്തിനൊരു നിയമമുണ്ട്. ഒരുത്തനെ ബഹുമാനിക്കണം. ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, മാതാപിതാക്കന്മാർ മക്കളെയും, മക്കൾ മാതാപിതാക്കന്മാരെയും വ്യക്തികളായി കണ്ട് ബഹുമാനിക്കണം. നമ്മളെല്ലാവരും ഏകദൈവത്തിൻ്റെ സന്തതികളാണ്. ഒരേ സമയത്ത് നമ്മളുടെ ദൂതന്മാർ സഹോദരനെ നീ വിട്ടി എന്ന് വിളിക്കരുത്, അവനെ ഫോഷ എന്ന് വിളിക്കരുത്. കാരണം അവരുടെ കാവൽ ദൂതന്മാർ ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ നീ നിൻ്റെ കുടുംബത്തിലുള്ള നിൻ്റെ ജീവിത പങ്കാളിയെ, മാതാപിതാക്കന്മാരെ, മക്കളെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, കോപിക്കുമ്പോൾ, കലഹിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, ഈ ദുഷ്കൃത്യങ്ങളെല്ലാം കൃത്യമായിട്ടും സ്വർഗത്തിന് മുമ്പിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. അന്തസ്സില്ലാത്ത, നല്ലൊരു വ്യക്തിത്വമില്ലാത്ത, ഇനി അതിനപ്പുറം പൈശാചികതയുള്ള, എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന, എപ്പോഴും കലഹിക്കുന്ന, എപ്പോഴും ആകുലപ്പെടുന്ന, എപ്പോഴും ഉത്കണ്ഠപ്പെടുന്ന നിങ്ങളുടെ ഹൃദയം, അത് പൈശാചികമാണ്. കാരണം വചനം പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. നമ്മൾ യഥാർത്ഥമായി വചനം പഠിക്കണം, വചനം അറിയണം. ഒരു ദൈവവിളിയാണ്. കുടുംബജീവിതവും ഒരു ദൈവവിളിയാണ്. അവിടുത്തെ നമ്മൾ സ്പിരിറ്റീസ് ആയിരിക്കുന്നു. ലോകത്തെ പ്രകാശിപ്പിക്കുവാനുള്ള വിളിയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരണം. അപ്പോൾ നിങ്ങൾക്ക് വളരെയേറെ വരപ്രസാദങ്ങളും ഭൗതിക നന്മകളും സാമ്പത്തിക അനുഗ്രഹങ്ങളും തടസ്സപ്പെടുവാനുള്ള വലിയൊരു കാരണം നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒരുക്കമില്ലാത്തതാണ്. നിങ്ങൾക്ക് നല്ലൊരു ഹൃദയമില്ല, നിങ്ങൾക്ക് നല്ലൊരു ആത്മീയ വ്യക്തിത്വമില്ല. പരിശുദ്ധാത്മാവിന് ഒഴുകുവാൻ പറ്റിയ ഒരു ചാലകമല്ല നിങ്ങളുടെ ഹൃദയം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 7:37. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയം, നീ വിശ്വസിച്ചവനാണ്. എത്ര വർഷമായി അവിടെ നിന്ന് ഒഴുകേണ്ടത് ജീവൻ്റെ ജലമാണ്. അതൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല. ഒരു ശുശ്രൂഷകൻ ആദ്യമായും കൂടെയും തന്നെ അനുഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ശുശ്രൂഷകരും കേൾക്കണം, നമ്മൾ നമ്മളെ തന്നെ അനുഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ സ്വീകരിച്ച സ്പിരിറ്റീസ് അഭിഷേകത്തിൽ ഞാൻ എന്നെ അനുഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, എൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു, എൻ്റെ പങ്കാളിയെ അനുഗ്രഹിക്കുന്നു, എൻ്റെ പിതൃകുടുംബത്തെ അനുഗ്രഹിക്കുന്നു, എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നു, എൻ്റെ അയൽപക്കക്കാരെ അനുഗ്രഹിക്കുന്നു, എൻ്റെ സ്നേഹിതരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കയല്ലാതെ ശപിക്കരുത്, അനുഗ്രഹിക്കയല്ലാതെ മുറിപ്പെടുത്തരുത്, അനുഗ്രഹിക്കയല്ലാതെ വേദനിപ്പിക്കരുത്, അനുഗ്രഹിക്കയല്ലാതെ പകയോടെ സംസാരിക്കരുത്. കുടുംബത്തിൽ
അടിമത്ത മനോഭാവം വച്ചു പുലർത്തരുത്. ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത്. ഭൃത്യരുടെ കുറ്റങ്ങൾ നോക്കി നടക്കരുത്. നിയമമാണ് ജീവിക്കാനുള്ള നിയമം. അപ്പോൾ വചനം അറിയുക, വചനം പഠിക്കുക. എന്നിട്ട് ഈ വചനത്തിൻ്റെ നുകത്തിന് നിങ്ങൾ സ്വയമായി, കർത്താവിൻ്റെ വചനം എന്നിൽ നിന്നും ഇത് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് മറ്റൊരാളുടെ നിർബന്ധം കൊണ്ടല്ല, മറ്റൊരാളുടെ പ്രേരണ കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ ആത്മസമർപ്പണം ചെയ്യുന്നു. ഇന്ന് മുതൽ ഞാൻ എത്ര പരിശ്രമിച്ചിട്ടാണെങ്കിലും എത്ര വില കൊടുത്തിട്ടാണെങ്കിലും ഈ വചനം ഞാൻ അനുസരിക്കും. വചനത്താൽ പരിശീലിപ്പിക്കപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയ ദൈവത്തിൻ്റെ വിളി, പരിശുദ്ധ മറിയം വചനത്തെ കുറ്റമറ്റതായി സ്വീകരിച്ചു. വചനത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്തു. വചനത്തിന് വേണ്ടി മരണത്തെ മുൻപിൽ കണ്ടു. വചനത്തിന് വേണ്ടി പലായനം ചെയ്തു. വചനത്തിന് വേണ്ടി ശത്രുവിൻ്റെ മുമ്പിൽ നിന്നു. വചനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പരിശുദ്ധ മറിയം ഒരു പരിചയായി നിന്നു. ഇന്ന് അതേ പരിശുദ്ധ മറിയത്തിൻ്റെ സംരക്ഷണവും സ്പിടനീസ് അഭിഷേകത്തിൻ്റെ അധികാരവും ഈ രണ്ട് തണലുള്ളത് കൊണ്ട് നിങ്ങളെ ഞെരുക്കുന്ന ബന്ധനങ്ങൾക്കല്ല ശക്തി, നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സ്പിടനീസ് അഭിഷേകത്തിൻ്റെ അധികാരത്തിനാണ് ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പിതാക്കന്മാര് എത്ര വലിയ അക്രമികളും എത്ര ശാപഗ്രസ്തരും എത്ര പൈശാചിക ആരാധനയിൽ ജീവിച്ചവരാണെങ്കിൽ പോലും ഒരൊറ്റ പ്രാർത്ഥനയിൽ നിന്നിലേക്ക് ഇറങ്ങി വരുന്ന സ്പിരിച്വൽ അഭിഷേകത്തിന് അതിൻ്റെ 1000 മടങ്ങ് ശക്തിയുണ്ട്, അധികാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിയണം. ശത്രുവിനെയും അവൻ്റെ കുതന്ത്രങ്ങളെയും നമ്മൾ പിഴുതു കളയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയണം, നിങ്ങൾക്കുള്ള അധികാരം തിരിച്ചറിയണം, നിങ്ങളുടെ മേലുള്ള വിളി തിരിച്ചറിയണം. ഈ ലോകത്തിൻ്റെ പ്രകാശമായി പരിശുദ്ധ മറിയത്തിൻ്റെതും യേശുവിൻ്റെതുമായി സ്പിരിച്വൽ ആർക്കും കെടുത്തുവാനാവാത്ത ഈ അഗ്നിസ്തംഭത്തിന് മുമ്പിൽ അണിനിരക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ പിതൃകുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു ചാലകമായി, അനുഗ്രഹത്തിൻ്റെ ഒരു ഉടമ്പടിയായി, അനുഗ്രഹത്തിൻ്റെ ഒരു മുദ്രയായി ദൈവം നിന്നെ സ്ഥാപിച്ചുറപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞുപോയ നാളുകളിൽ, പ്രത്യേകിച്ച് 2010 മുതൽ 2013 വരെ സ്പിരിച്വലിൻ്റെ മക്കൾ ഏറ്റവും അധികം അഗ്നിശോധനയിലൂടെ, ചുരുക്കമായി പറഞ്ഞാൽ ഏറ്റവും അധികം ഞെരുങ്ങിയ വർഷങ്ങളാണ്. അതിനു മുമ്പ് ഞെരുക്കം ഉണ്ടായിരുന്നില്ലെന്നല്ല, എന്നാൽ 2009 ഡിസംബർ 31 നടത്തിയ പ്രാർത്ഥനയിൽ പരിശുദ്ധ മറിയം വളരെ ചുരുക്കം, ഒരു 50 പേര് പോലും ഉണ്ടായിരുന്നില്ല, ഒരു 50 പേരിന് താഴെ ആ പ്രാർത്ഥന, ഒരു രാത്രി പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ ഇവിടെ ഇറങ്ങി വന്നു. ഞാനിങ്ങനെ ആ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, എന്തോ പങ്കുവയ്ക്കുകയായിരുന്നു. പക്ഷെ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയൊരു പരിശോധന ഉണ്ടാകും, എൻ്റെതായിരിക്കുന്നതിൽ വലിയൊരു പരിശോധന നിങ്ങൾക്കുണ്ടാകും. ഞാൻ കണ്ണു തുറന്നു. ആ സമയത്ത് കണ്ണടച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണു തുറന്നു. അടുത്ത ശബ്ദം ഞാൻ കേട്ടു, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവരിൽ പലരും അതിനെ അതിജീവിക്കുകയില്ല. അപ്പം എല്ലാവരും ഇരിക്കുകയാണ്. എൻ്റെ കണ്ണ് കുറേ ആളുകളുടെ മേൽ പതിഞ്ഞു. എൻ്റെ ഹൃദയം വേദനിച്ചു. അവരെല്ലാം എനിക്കും മിനിസ്ട്രിക്കും കർത്താവിൻ്റെ ദാസനും പ്രിയപ്പെട്ടവരാണ്. പക്ഷെ ആ സമയത്ത് തന്നെ അവിടെ ഇരുന്നതിൽ ഒരു വ്യക്തി, ഒരു കുടുംബം അവരെങ്ങനെയാണ് ഒരുമിച്ച് എഴുന്നേറ്റതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ രണ്ടുപേരും പെട്ടെന്ന് എഴുന്നേറ്റു. എന്തിനോ എനിക്ക് വീണ്ടും വേദനിച്ചു. ദൈവമേ, അവരും ഇതിൽ ഉൾപ്പെട്ടല്ലോ. അന്ന് എൻ്റെ കണ്ണ് ആരിലൊക്കെയാണോ പതിഞ്ഞത്, 2010 ആ എറണാകുളം ജവഹർലാൽ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന 2010 കൺവെൻഷൻ, പരിശുദ്ധമ്മയുടെ വലിയൊരു മഹത്വത്തിൻ്റെ ഒരു മുദ്ര സ്പിരിച്വലിൻ്റെ മേൽ, ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ മുദ്ര ഇറങ്ങി വന്ന ശുശ്രൂഷ ഇതാണ്. അഭിഷേകത്തിൻ്റെ മുദ്ര, ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മുദ്ര. വചനം പറയുന്നു, ജ്ഞാനം യോഗ്യതയുള്ളവനെ കണ്ടെത്തി കഴിയുമ്പോൾ അവനെ സ്വന്തമാക്കും, ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും, അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അങ്ങനെ അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവനെ പരിശോധിച്ച് പരിശീലിപ്പിക്കും. യോഗ്യതയുള്ളവനെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവനെ സ്വീകരിക്കും,
അവൻ വീണുപോയാൽ അവനെ പരിത്യജിക്കും. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ഒരു വലിയ പരിശോധനയ്ക്ക്, ഒരു വലിയ പരിശീലനത്തിന് കൂട്ടായ്മ മുഴുവനായിട്ട് വന്നത് 2010 അതായത് 2010 ജനുവരി 1 വേണേൽ പറയാം. അർദ്ധരാത്രി നൈറ്റ് വിജിലായിരുന്നത്. ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ സമയത്ത് ഞാൻ കണ്ടത്, ഞാൻ അനുഭവിക്കുകയാണ്, നമ്മൾ ആകാശത്താണ് നിന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മേലാപ്പിൽ നിൽക്കുകയാണ്, താഴേക്ക് പോകുന്നത് പോലെ വളരെ പെട്ടെന്ന് വളരെ താഴേക്ക് താഴ്ന്നു പോയൊരവസ്ഥ. എനിക്ക് അവിടെ നിൽക്കുന്ന ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ തിരിച്ചറിയാണ്, കൃപയിൽ, വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ ഒക്കെ നമ്മൾ താഴേക്ക്, ഇനിയുള്ള നമ്മൾക്ക് വലിയ പരിശോധനയാണ്. അവിടെ തനിത്തങ്കം മാത്രമേ അഗ്നിയെ അതിജീവിക്കൂ. വൈക്കോലിനോ പുല്ലിനോ ഈ അഗ്നി അതിജീവിക്കാൻ പറ്റില്ല. 2013 ഡിസംബർ 31 രാത്രിയിൽ 13 വർഷങ്ങൾ നീണ്ടു നിന്ന ആ ഒരു വലിയ പരിശോധന അത് അവസാനിച്ചു. അപ്പോൾ ഞാനിത് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തന്നത്, അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം അത് വളരെ വലുതാണ്. പക്ഷെ ഞാൻ പറയുന്ന എൻ്റെ വാക്ക്, ഞാൻ നിങ്ങളുടെ മേൽ വയ്ക്കുന്ന നിയമം ഇതാണ്: നിങ്ങൾ ആരെല്ലാം ഈ അഭിഷേകത്തോട് വിശ്വസ്തരായി നിലനിന്നുവോ, ഇനി നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ കുടുംബങ്ങളുടെ ശരിയായ ആത്മീയ, ഭൗതിക, സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഉന്നതിയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങളും മണിക്കൂറുകളുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം നിങ്ങളിൽ ചലിക്കുമാറാകട്ടെ. ഞാൻ വീണ്ടും കർത്താവിൻ്റെ ദാസി, നിങ്ങളുടെ സഹോദരി എന്ന നിലയിൽ, നിങ്ങളുടെ ആത്മീയ മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും നിങ്ങളുടെ മേലും ഞാനൊരു നിയമം സ്ഥാപിക്കുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ദുഷ്ടത, നിങ്ങൾ ചുമക്കുന്ന ദുഷ്ടത, നിങ്ങൾ ചുമക്കുന്ന ശാപം, നിങ്ങൾ ചുമക്കുന്ന ഭാരങ്ങൾ എത്ര വലുതാണെങ്കിലും നീ സ്വീകരിച്ച സ്പിരിച്വൽ അഭിഷേകത്തിന് അതിനെയെല്ലാം തകർത്ത് നശിപ്പിച്ച് ശാമ്പലാക്കി കളയുവാനുള്ള ശക്തിയുണ്ട്, അധികാരമുണ്ട്, ആധിപത്യമുണ്ട്, അപ്രമാദിത്വമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കർത്താവിൻ്റെ ദാസനെ വിശ്വസ്തനെന്ന് കണ്ടു, തൻ്റെ ദാസിയെ യോഗ്യതയുള്ളവളെന്ന് കണ്ട് വിശ്വസിച്ചേൽപ്പിച്ച ജ്ഞാനമെന്ന അമൂല്യ നിധിയുടെ അനുഗ്രഹവും നന്മയും നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ ജീവിതങ്ങളെ അറിവുള്ളതാക്കി മാറ്റട്ടെ. ആഴമായ ദൈവഭക്തി നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവഭക്തിയുടെ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തെ അറിയുന്നവരായി നിങ്ങൾ മാറട്ടെ. നിങ്ങളുടെ വഴികളിൽ നിങ്ങളെ നയിക്കുവാൻ പിതാക്കന്മാരോട്, പൂർവ്വപിതാക്കന്മാരോട് കൂടെ ഉണ്ടായിരുന്ന ജ്ഞാനം നയിക്കുന്ന വിശ്വാസത്തിൻ്റെ തണലിലാണ് സ്പിരിഞ്ചീസ് ഇപ്പോൾ ആയിരിക്കുന്നത്. ആദ്യ പൂർവ്വപിതാക്കന്മാരെ നയിച്ച ജ്ഞാനം ഇന്ന് സ്പിരിഞ്ചീസിനെ അഗ്നിയിലും മേഘത്തിലും ജ്ഞാനം സ്പിരിഞ്ചീസിനെ നയിക്കുകയാണ്. അവിടെ അധികാരമുണ്ട്, അവിടെ അനുഗ്രഹങ്ങളുണ്ട്. അവളുടെ ഭവനത്തിൽ അഭികാമ്യ വസ്തുക്കളുണ്ട്. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ടോക്കതായിരുന്നു, വചനമാണത്. ജ്ഞാനത്തിൻ്റെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളുടെ ഭവനത്തെ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കട്ടെ, എല്ലാ സമ്പത്ത് കൊണ്ട് നിറയ്ക്കട്ടെ, സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ, സമൃദ്ധി കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവം നിങ്ങളെ ശക്തരും വിശുദ്ധരുമാക്കട്ടെ. ദൈവം നിങ്ങളെ അവിടുത്തെ പ്രവാചകരാക്കി മാറ്റട്ടെ. ദൈവം നിങ്ങളെ അവിടുത്തെ കരങ്ങളിലെ ഉപകരണമാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ സമ്പത്ത്, ജ്ഞാനത്തിൻ്റെ അധികാരം, ജ്ഞാനത്തിൻ്റെ സമൃദ്ധി, അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവളോടൊത്തുള്ള ബന്ധത്തിൽ തിക്തതാസ്പർശമില്ല, ആനന്ദവും ആഹ്ലാദവും മാത്രം. പ്രഭാഷകൻ 4:17
ആദ്യം അവനെ ജ്ഞാനം, അവളെ വിശ്വസിക്കുന്നവൻ അവളെ ലഭിക്കും, അവൻ്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും, തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അനേകർക്ക് ജയിക്കാൻ പറ്റാതെ പോയ ദുർഘടമായ പരിശോധനകൾ. 18-ാം വചനം, അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ജ്ഞാനത്തിൻ്റെ വലിയ ആത്മീയ ജീവിതത്തിലെ പരിശോധനകളിൽ നിങ്ങൾ എവിടെയൊക്കെ ഇടറിപ്പോയിട്ടുണ്ടോ അവിടെ എല്ലാം കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച് കരുണ കാണിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമല്ലാത്തതെല്ലാം നിങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റട്ടെ. നിങ്ങളെ തന്നെ പരിശോധിച്ച് നിങ്ങളെ തന്നെ യോഗ്യതയുള്ളവരാക്കി നമ്മുടെ കുറവുകൾ, അയോഗ്യതകൾ, അവിശ്വസതകൾ, അഭിഷേകത്തെ തന്നെയും വിശ്വസിക്കാതെ മാറിപ്പോയത്, എന്തെല്ലാം വ്യതിചലനങ്ങൾ വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, അഭിഷേകവുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ ദാസരവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ കൂട്ടായ്മയിലൊക്കെ എവിടെയൊക്കെ നമ്മൾ വ്യതിചലിച്ചുവോ അത് കണ്ടെത്തി അനുദപിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വരിക. അനുഗ്രഹത്തിൻ്റെ ആ വചനം അവസാനത്തെ പ്രാർത്ഥനയിൽ 1 മിനിറ്റിൽ ഞാനത് പ്രാർത്ഥിച്ചു കൊള്ളാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് തൻ്റെ എല്ലാ നന്മകളും, സമ്പത്തും, സമാധാനവും, ഐശ്വര്യവും, നിലനിൽക്കുന്ന ധനമാകുന്ന പരിശുദ്ധാത്മാവും അതിനോടൊത്തുള്ള സമൃദ്ധിയും നൽകി നിങ്ങളെ ശക്തരും സമ്പന്നരുമാക്കട്ടെ, ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കട്ടെ. ഒരു യഥാർത്ഥ സ്ഫുടനീസായി മൂല്യമുള്ളതൊന്നായി നിങ്ങൾ മാറട്ടെ. തനിത്തങ്കമായി നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കാണപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വലതുകരം ശിരസിൽ വെച്ച് കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദീർഘായുസ്സും സമാധാനവും ജീവനും സന്തോഷവും സന്തുഷ്ടിയും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകട്ടെ. വിശ്വാസവും വിശുദ്ധിയും ഉണ്ടാകട്ടെ. സ്നേഹവും ഐക്യവും ഉണ്ടാകട്ടെ. സമാധാനവും പങ്കുവയ്പ്പും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയും കൂട്ടായ്മയും ഉണ്ടാകട്ടെ. കുദാശയും വിശുദ്ധിയും ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കൈകളെ ശിരസിൽ വെച്ചുകൊണ്ട് തന്നെ ജ്ഞാനമായ പരിശുദ്ധ മറിയത്തിൻ്റെ മേലങ്കി നമ്മെ പൊതിയട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ് മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ തിരുവുദരത്തിൻ ഫലമായി ഈശോ ഇപ്പോഴോ നിങ്ങളുടെ എല്ലാ ശാരീരിക രോഗങ്ങളും വ്യാധികളും സൗഖ്യപ്പെടുത്തുന്ന അഭിഷേകം അത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. നിങ്ങളുടെ സൗഖ്യം നിങ്ങളിൽ നിലനിൽക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലുള്ള രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവകൃപ നിറഞ്ഞ് മറിയമേ സ്വസ്തി, ഇടക്കൈകളെ എടുത്തുകൊള്ളുക. നിങ്ങൾക്ക് സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ സാമ്പത്തിക മേഖലയിൽ കർത്താവിൻ്റെ അനുഗ്രഹം വിടുതൽ വേണം. വലുതേറെ മൂർത്തിക്ക് അങ്ങനെയുള്ളവർ കൈകളെ, എല്ലാവർക്കും അത് ആവശ്യമാണ്. വാസ്തവമായും അത് അങ്ങനെ തന്നെയാണ്. ദൈവമാണ് നമ്മളെ പോറ്റുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത്. എല്ലാ കടബാധ്യതയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ജപ്തിയും, ബാങ്ക് കടങ്ങൾക്കും, എല്ലാ ലോണിൻ്റെ ബാധ്യതകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സാപത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നിയമമാണ്, ഞായറാഴ്ച ദിവസം ഞാൻ ഒരു പണമിടപാടും നടത്തില്ല. സാബത്ത് ദിവസം ഞാൻ ആർക്കും പണം കൊടുക്കില്ല, ഒരു ബില്ലും അടയ്ക്കില്ല, ഒരു സാധനം ഞാൻ വിലയ്ക്ക് വാങ്ങില്ല, ഒരു സാമ്പത്തിക ഇടപാടുകളും ഞാൻ നടത്തില്ല. അത് കർത്താവിൻ്റെ ദൂതൻ എനിക്ക് തന്നൊരു നിയമമാണ്. അന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. സാബത്ത് വിശുദ്ധമായിട്ട് ആചരിച്ചാൽ ഞാൻ അവനെ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിക്കും. യെശയ്യാ 58:13 വചനം, എൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് ഞാൻ അവനെ പരിപാലിക്കും. അപ്പോൾ സാബത്ത് വിശുദ്ധമായി എനിക്കൊരു നിർദ്ദേശം കിട്ടി. ഞാൻ ഒരു വർഷം സാബത്ത് ശനിയാഴ്ച രാത്രി കഴിഞ്ഞാൽ ഞായറാഴ്ച രാത്രി വരെ മറ്റെല്ലാ കാര്യങ്ങളിലും മാറി നിന്ന് ഞാൻ ഒരു വർഷം വിശുദ്ധമായിട്ട് സാബത്ത് ആചരിച്ചു. ഞാനത് ആചരിച്ച സമയത്ത്
എനിക്ക് പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 1 വർഷം പൂർത്തിയാകുന്ന സമയത്ത് ദൈവം എൻ്റെ ഭൗതിക സാമ്പത്തിക മേഖലയെ ഞാൻ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ലാത്ത വലിയ സമൃദ്ധി കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അത് ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്, അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് സാബത്ത് വിശുദ്ധിയോടെ ആചരിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹം പ്രദാനം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സാബത്താണ്. അത് അതിപരിശുദ്ധമായി സ്വർണീസിൻ്റെ മക്കള് ഏക മനസ്സിൽ ഏക ആത്മാവിൽ കൂട്ടായ്മ ഒന്നു ചേർന്ന് നമ്മൾ ആരാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്ന് നമ്മുടെ തലമുറകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും വിടുതലിൻ്റെയും ദിവസമാണ്. നിങ്ങൾ 3 കാര്യം: 1, നിങ്ങളുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളുടെ മേലുള്ള ഇല്ലായ്മകൾ, ഞെരുക്കങ്ങൾ, ബാധ്യതകൾ. ബാധ്യത, കടബാധ്യത കൊടുത്തു തരാനുള്ള നിങ്ങൾക്ക് സാമ്പത്തിക വരുമാന മാർഗങ്ങളുടെ മേലുള്ള പറഞ്ഞ ഇല്ലായ്മകൾ, ഞെരുക്കങ്ങൾ, ബാധ്യതകൾ. ഈ 3 തലത്തിലാണ് നിങ്ങൾക്ക് സാമ്പത്തിക മേഖലയിൽ വിടുതൽ വേണ്ടത്. നമ്മളെപ്പോഴും ഒറ്റ പ്രാർത്ഥനയാണ്, ദൈവമേ എന്നെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കണം. അതിനൊരു വരുമാനം എനിക്കുണ്ടോ? സമ്പത്ത് വർദ്ധിക്കാനുള്ളൊരു വഴി എനിക്കുണ്ടോ? അതാണ് സാമ്പത്തിക വരുമാന മാർഗങ്ങൾ. വരുമാന സ്രോതസ്സുകൾ ഉണ്ടോ? നല്ല കൃഷിയിടമുണ്ട്, വരുമാന സ്രോതസ്സാണ്. നല്ലൊരു ജോലിയുണ്ട്, വരുമാനമാണ്. മറ്റ് ബിസിനസ് ഉണ്ട്, വരുമാനമാണ്. ഇത് നിങ്ങൾക്കില്ല, ഇനി ഉള്ളത് നിങ്ങളുടെ ജീവിത ആവശ്യത്തിന് തികയില്ല. അപ്പോൾ നീ പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ, വരുമാന മാർഗങ്ങൾ തുറന്നു തരണമേ. 2, നമ്മളിലുള്ള ഞെരുക്കങ്ങൾ പ്രത്യേകിച്ച് ദൈവത്തിന് കൊടുക്കാൻ, ഞാൻ ഒറ്റ ഞെരുക്കത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ദശാംശം കൊടുക്കാനില്ലാത്ത ഞെരുക്കം, കർത്താവിന് കൊടുക്കാൻ പറ്റാത്ത ഞെരുക്കം. കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കണക്കോർത്ത് അസ്വസ്ഥപ്പെടുന്ന, ഹൃദയത്തിൽ ആ കടിച്ചു തൂങ്ങുന്ന എല്ലാ അശുദ്ധാരൂപികളും വിട്ടുമാറ്. കർത്താവിനെ കൈ തുറന്നല്ല, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്നു കൊടുക്കണം. സന്തോഷിച്ച് അങ്ങോട്ട് പ്രതിഫലം ആഗ്രഹിക്കാതെ അങ്ങ് കൊടുക്കണം. അവനാണ് ഇതിൻ്റെ എല്ലാം അവകാശി, ഇതിൻ്റെ എല്ലാം ഉടയവൻ. കൊടുക്കുന്നത് എത്രേ? വിധവ 2 ചെമ്പ് കാശിട്ടു, പക്ഷെ അത് അവളുടെ ജീവിതമായിരുന്നു, അവളുടെ ഹൃദയമായിരുന്നു. ഹൃദയം തുറന്ന് കൊടുക്കണം, ഹൃദയം തുറന്ന് ദൈവത്തിന് കൊടുക്കണം. ഇനി അടുത്തതാണ് ഭോഷത്വം. കയ്യിലുള്ള പൈസ യാതൊരു ചിന്തയുമില്ലാതെ വാരി വെതറി ചെലവ് ചെയ്ത് കളയും. പിന്നെ നിങ്ങൾ ഞെരുക്കത്തിലായി പോകും. അതും ഭോഷത്വമാണ്. അപ്പോൾ വിവേകം ദൈവത്തിന് കൊടുക്കുന്നതിലല്ല. ഞാൻ 2ാമത്തെ സമ്പത്തിൻ്റെ ദുർവ്യയമാണ് പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കം പോലെ തന്നെയാണ് സമ്പത്തിൻ്റെ ദുർവ്യയം. 3ാമത്തെ തലമാണ് നിങ്ങളുടെ കടബാധ്യതകൾ. വലതുകരം നീട്ടിപ്പിടിക്കുക. ബാങ്ക് ലോണുകൾ, ജപ്തി ഭീഷണികൾ, വ്യക്തികളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കടങ്ങൾ, പിതാക്കന്മാർ വാങ്ങി തിരികെ കൊടുക്കാത്തത്, മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് സഹായം പറ്റിപ്പോയിട്ടുള്ളത്. കർത്താവേ, ആ മേഖലകളിലെല്ലാം അങ്ങയുടെ അനുഗ്രഹം ഇപ്പോൾ ഇറങ്ങി വരട്ടെ. അങ്ങയുടെ വിടുതൽ ഇവരുടെ വലതുകരത്തിൽ ഇറങ്ങി വരട്ടെ. ഇവരുടെ ശിരസിൽ അത് ഇറങ്ങി വരട്ടെ. ഇവരുടെ ഹൃദയത്തിൽ അത് ഇറങ്ങി വരട്ടെ. എല്ലാ ബാധ്യതകളും ഒഴിഞ്ഞു പോകട്ടെ. എല്ലാ ഇല്ലായ്മകളും ഒഴിഞ്ഞു പോകട്ടെ. കടബാധ്യതയുടെ കെട്ടുകൾ നിങ്ങളിൽ അഴിഞ്ഞു വീഴട്ടെ. കടം വാങ്ങിക്കുവാൻ നീട്ടുന്ന നിന്റെ വലതുകരം യേശുക്രിസ്തുവിൽ സ്വതന്ത്രമാകട്ടെ. മേലിൽ നീ ആരുടെ മുമ്പിലും കൈകൾ നീട്ടാത്തവണ്ണം കർത്താവിൻ്റെ പരിപാലന നിന്റെ മേൽ ഇറങ്ങി വരട്ടെ. എല്ലാ ജപ്തി ഭീഷണിയും ഒഴിഞ്ഞു പോകട്ടെ. കടങ്ങൾ ഒഴിയട്ടെ, ബാധ്യതകൾ ഒഴിയട്ടെ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ. കൈകളെ താഴ്ത്തിക്കൊള്ളുക, മടക്കരുത്. കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കാൻ അവസരമുണ്ടായിട്ടും തിരിച്ചു കൊടുക്കാത്ത നിന്നിലുള്ള ബന്ധനം. കടം വാങ്ങിയ പണമാണ്. സഹോദരങ്ങളോടാകട്ടെ, കുടുംബാംഗങ്ങളോടാകട്ടെ, മറ്റുള്ളവരോടാകട്ടെ, കടം വാങ്ങിയിട്ട് വേണമെങ്കിൽ നിനക്കത് തിരിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ നീ തിരിച്ചു കൊടുത്തിട്ടില്ല. തിരിച്ചു കൊടുക്കാൻ നിനക്കുള്ള മടി, ആ പൈശാചിക ബന്ധനം യേശുനാമത്തിൽ വിട്ടുമാറ്, വിട്ടുമാറ്, വിട്ടുമാറ് യേശുനാമത്തിൽ. എൻ്റെ പിതാക്കന്മാർ നടത്തിയിട്ടുള്ള സാപത്ത് ലംഘനങ്ങൾ
സാബത്തിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാതെ എല്ലാ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഓഹരി നമ്മൾ ആ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിവസ്തുക്കളായിട്ട് അർപ്പിക്കപ്പെടുന്ന നമ്മൾ കൊടുക്കുന്ന സ്തോത്ര കാഴ്ച ബലിപീഠത്തിലാണ് കൊണ്ടുവയ്ക്കുന്നത്. ഗോതമ്പപ്പം യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറ്റുന്നതിന് മുൻപ് നമ്മളിൽ നിന്ന് ശേഖരിച്ച സമ്പത്ത് കൊണ്ട് സമർപ്പിക്കുന്നത് അൾത്താരയിലാണ്. നീ ഒരു ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ അൾത്താരയിൽ സമർപ്പിക്കുന്ന കാഴ്ചവസ്തുവിൽ നിൻ്റെ ഒരു സമ്പത്തിൻ്റെ ഒരു അംശം എല്ലാ സാബത്ത് ബലിയിലും ഉണ്ടായിരിക്കണം. സാബത്ത് നിങ്ങൾ വിശുദ്ധമായിട്ട് ആചരിക്കണം. അന്ന് നിങ്ങൾ കടയിൽ പോകുക, വസ്തുക്കൾ വാങ്ങിക്കുക, അന്ന് ബില്ലടയ്ക്കാനും മറ്റ് കടം ഇതിനെല്ലാം മാറ്റി വെച്ചിട്ട് അന്നേ ദിവസം നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തില്ല. കൊടുത്താൽ ആർക്ക് കൊടുക്കും? കർത്താവിന് മാത്രം. ഹല്ലേലൂയ. അന്ന് കൈ തുറന്ന് കർത്താവിന് കൊടുക്കുക. ഇനി അന്നേ ദിവസം നമുക്ക് നമ്മുടെ ദശാംശം നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടാരത്തിലേക്കൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദശാംശമൊക്കെ അയച്ചു നോക്കുക. നമുക്ക് എവിടെയാണ് വിടുതലും അനുഗ്രഹവും ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്തുകൊള്ളുക. നിങ്ങൾ സാബത്ത് വിശുദ്ധമായി ആചരിക്കാതെ നമ്മൾ തന്നെ പങ്കെടുത്ത വിശുദ്ധ കുർബാനയിൽ വേണ്ട വിധത്തിലുള്ള കാഴ്ച സമർപ്പണങ്ങളും പൂർണ്ണമായ അർപ്പണമില്ലാതെ അശുദ്ധിയോടെ സാബത്ത് ആചരിച്ച് പിതാക്കന്മാർക്ക് വിടുതലിന് വേണ്ടി ആ മേഖലയെ ഓർത്ത് ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥകളെ ഓർത്ത് അടുത്തതാണ് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക എന്ന നിയമത്തിലുള്ള ലുബ്ധ്, ദശാംശം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. 10% കർത്താവിന് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തു നോക്കിക്കേ, വാസ്തവത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ എൻ്റെ ദശാംശം സ്പിരിഡൻജീസിൻ്റെ ശുശ്രൂഷകൾക്കാണ് കൊടുക്കുന്നത്. എൻ്റെ സമ്പത്തിൻ്റെ 10% ഞാൻ സ്പിരിഡൻജീസിന് കൊടുക്കും. എന്നിട്ട് മറ്റുള്ള വരുമാനത്തിൽ നിന്നാണ് ഞാൻ ദേവാലയത്തിൽ സ്തോത്ര കാഴ്ചകൾ സമർപ്പിക്കുന്നത്. എൻ്റെ വരുമാനത്തിൻ്റെ 10% ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവകാശി സ്പിരിഡൻജീസ് മാത്രമായിരിക്കും. ഹല്ലേലൂയ. കാരണം എന്നെ പോറ്റുന്ന കലവറ സ്പിരിഡൻജീസ് അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നനയ്ക്കുന്ന കലവറ, എന്നെ സമൃദ്ധമാക്കുന്ന കലവറ സ്പിരിഡൻജീസ് അഭിഷേകമാണ്. അപ്പോൾ എൻ്റെ ദശാംശം അത് സ്പിരിഡൻജീസിനുള്ളതാണ്. പക്ഷെ ഞാൻ ലോകത്തിലെ ഏത് സ്ഥലത്ത് വിശ്വബലിയിൽ പങ്കെടുത്താലും ഞാൻ സ്ഥിരമായിട്ടൊരു പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നാൽ സാധ്യമാകും വേണം ആ ദേവാലയത്തോടും ചേർന്ന് തന്നെയാണ് നിൽക്കാറുള്ളത്. പക്ഷെ അത് അതിനു പുറത്തുള്ള കാഴ്ച സമർപ്പണമായിരിക്കും. അപ്പോൾ നമുക്ക് ദശാംശം കൊടുക്കാൻ പറ്റാത്ത ബന്ധനം, അതിന് വന്നിട്ടുള്ള വലിയ കുറവുകൾ, ദശാംശത്തിൻ്റെ വലിയ കടം, നേർച്ച കാഴ്ചകൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ പോയത്, നമ്മുടെ തന്നെ സമർപ്പണത്തിൽ വന്ന കുറവുകൾ, ഈ 3 കാര്യങ്ങളെ ചിന്തിച്ച് പരിശുദ്ധാത്മാവേ, ഞാൻ കൊടുക്കുന്ന ഈ തുക അത് ദൈവം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കുവാൻ അങ്ങയുടെ ഈ ദാസൻ്റെ മേൽ, ഈ ദാസിയുടെ എളിയ ഭവനത്തിൻ്റെ മേൽ, എളിയ ജീവിതത്തിൻ്റെ മേൽ കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കരങ്ങളെ നീട്ടി ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അപമാനത്തിൻ്റെ നുകത്തെ തകർത്ത് എന്നെ ഇപ്പോൾ സ്പിരിഡൻജീസ് അഭിഷേകം സ്വതന്ത്രമാക്കട്ടെ, സ്വതന്ത്രമാക്കട്ടെ, സ്വതന്ത്രമാക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 24 വചനം. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രയേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. സ്പിരിഡൻജീസിനുള്ള അനുഗ്രഹമാണ്. എൻ്റെ വലതുകരം തുറന്നു പിടിക്കുക. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വത ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരരിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. നിങ്ങളുടെ വലതുകരം സ്വന്തം ശിരസിൽ വയ്ക്കുക. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ആകാശത്തിൻ്റെ സമൃദ്ധിയും
ഭൂമിയുടെ നന്മയും മഞ്ഞും മഴയും യഥാസമയം പൊഴിച്ച് ദൈവം നിനക്ക് ഭൂമിയുടെ സമൃദ്ധിയും സമ്പത്തിൻ്റെ വരുമാന വഴികളും തുറന്നു നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുരിശിൻ്റെ മുദ്ര. മൂന്ന് തവണ വിശുദ്ധ കുരിശിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മുദ്രിതപ്പെടുത്തുക. ഒരിക്കൽ കൂടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.